ഹായ് വെൽക്കം ബാക്ക് ടു അബിസൂഷൻ. നമ്മൾ എല്ലാവരും മൊബൈലിൽ ഗൂഗിൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ. ഗൂഗിൾ ക്രോം പ്രത്യേകിച്ച് ഉപയോഗിക്കാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം ഗൂഗിളിലാണ് നമ്മൾ പോവുക. സത്യം പറഞ്ഞാല് നമ്മുടെ ഗൂഗിള് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് അതിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധിക്കും. നമ്മൾ സാധാരണ പറയുന്ന പോലെ അച്ഛനും അമ്മേനും ഒഴികെ ബാക്കി എല്ലാം നമുക്ക് ഗൂഗിളിൽ കിട്ടുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്യും. പക്ഷെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിന്റെ കുറച്ച് സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സേഫ് ആയിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തത് കണ്ടുപിടിച്ചത് എന്നുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത കാര്യങ്ങൾ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് വരുന്നത് ഇതൊക്കെ തടയാനുള്ള ഓപ്ഷൻസ് നമ്മുടെ സെറ്റിംഗ്സിലുണ്ട്. ഇത് പലർക്കും അറിയില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊന്ന് നിർബന്ധമായിട്ടും അതൊന്ന് ചെയ്തു വെക്കുക. അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് ഏകദേശം ഒരു 90% നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഗൂഗിളിൽ പല പല കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സെക്യൂർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് നമ്മൾക്ക് ഏറ്റവും ടോപ്പിൽ കാണുന്ന 3 ഡോട്ട്സ് കാണുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് മെല്ലെ സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നാല് ഇവിടെ നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി നോട്ട് ചെയ്ത് വെക്കുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അതിൽ നമുക്ക് നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രൈവസി ഗൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രൈവസി ഗൈഡ്. ആ പ്രൈവസി ഗൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാണ് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തെല്ലാം പ്രൈവസി ചോയ്സസ് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയുള്ള ലെറ്റ്സ് ഗോ എന്നുള്ള ഓപ്ഷനിലൊന്ന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ കാണിക്കുന്ന ലെറ്റ്സ് ഗോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വളരെ നോക്കി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം മേക്ക് സെർച്ചസ് ആൻഡ് ബ്രൗസിംഗ് ബെറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അത് എല്ലാവരുടെയും ഓൺ ആണ് കിടക്കുക. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ഓഫ് ചെയ്യുക. കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അതിന്റെ ഇടയിൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം ചോർന്നു പോകാനും തേർഡ് പാർട്ടിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കും എന്നുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഓൺ ചെയ്യേണ്ടതൊക്കെ ഓൺ ചെയ്ത് വെക്കാം. ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്നതിന് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഈ ഓപ്ഷൻസും നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്, കണ്ടില്ലേ, 3-4 ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അവിടെ നമുക്ക് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് പ്രൊട്ടക്ഷൻ, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. ചില ആളുകളുടെ ഫോണിൽ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ മാറ്റിയിട്ട് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. അത് വളരെയധികം പ്രൊട്ടക്ഷൻ നമുക്ക് തരും. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ റിവ്യൂ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഫിനിഷും കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ചൂസ് വെൻ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. വെൻ ചൂസ് തേർഡ് പാർട്ടി കുക്കീസ്. അത് നമ്മൾ എല്ലായ്പ്പോഴും ബ്ലോക്ക് കാണിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് മേലെ കാണിക്കുന്നത് ഇൻകോഗ്നിറ്റോ മോഡ് കാണിക്കുന്ന സമയത്ത് മാത്രമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അത് താഴേക്ക് എപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് തേർഡ് പാർട്ടിക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും പോവാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളൊന്ന് ഫിനിഷ് കൊടുക്കുക. ആ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു സെറ്റിംഗ്സ് കൂടി നമുക്കൊന്ന് ചെയ്ത് വെക്കാനുണ്ട്. ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് സജസ്റ്റഡ് ആഡ്സ് കാണിക്കുന്നുണ്ട്. സൈറ്റ് സജസ്റ്റഡ് നമ്മൾ ഏതെല്ലാം സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് കണക്ട് ആയിട്ടുള്ള ആഡുകൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് മാറ്റിയിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കുക. സൈറ്റ് സജസ്റ്റഡ് ആഡ്സും കൂടി നമ്മളൊന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ കാര്യങ്ങൾ ഓക്കെയാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ബാക്ക് ബട്ടൺ ഉണ്ടല്ലോ, അതിലൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിലുള്ള ഹോമിന്റെ ഓപ്ഷനിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് സൈറ്റ് കുറച്ചും കൂടി നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഓപ്ഷന് താഴെയായിട്ട് യൂസ് DNS സെക്യൂർ DNS. ആ യൂസ് സെക്യൂർ DNSൽ നമ്മൾ ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ളതാക്കി കൊടുക്കുക. ചൂസ് അനദർ പ്രൊവൈഡർ. ആ ചൂസ് അനദർ പ്രൊവൈഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ആണ് കാണിക്കുന്നത്. അവിടെ ആ ഡ്രോപ്പ് ഡൗൺ ഏരോ കാണിക്കുന്നില്ലേ, ആ ഡ്രോപ്പ് ഡൗൺ ഏരോയില് 1.1 ആ ഡ്രോപ്പ് ഡൗൺ ഏരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 4-5 ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് വേണ്ടത് ഏറ്റവും സെക്യൂരിറ്റിക്ക് വേണ്ടത് ക്ലൗഡ് ഫ്ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ക്ലൗഡ് ഫ്ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് വളരെയധികം സെക്യൂർ ആവുന്നുള്ള കാര്യങ്ങൾ ഇവിടെ താഴെ പറയുന്നുണ്ട്. പ്രൈവസി പോളിസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നാൽ ഞാനത് കാണിച്ചു തരാൻ. ഇവിടെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതെങ്ങനെയാണ് അത് പ്രൊട്ടക്ഷൻ ആവുന്നത് എന്നുള്ള ഇവിടെ തന്നെ പറയുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ബൈ ഡിഫോൾട്ട് DNS ഈസ് യൂഷ്വലി സ്ലോ ആൻഡ് ഇൻസെക്യൂർ. ഇവിടെ ഇൻസെക്യൂർ ആണെന്ന് തന്നെ പറയുന്നുണ്ട്, DNS ഇൻസെക്യൂർ ആണെന്ന് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ലൗഡ്ഫ്ലെയറിലേക്ക് നമുക്ക് മാറ്റണം എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സുകളെല്ലാം നിങ്ങളുടെ ഫോണിലൊന്ന് നിങ്ങളൊന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക.